ഇന്ന് നമ്മുടെ ഗ്യാരേജിൽ വെച്ചിട്ട് നമ്മളൊരു വണ്ടീനെ ഫുള്ളായിട്ട് മോഡിഫൈ ചെയ്യാൻ പോവാണ്. അതിനുവേണ്ടി ആദ്യമേ റഫായിട്ടൊരു കാർഡ്ബോർഡ് വെച്ചിട്ട് നമ്മൾ അതിൻ്റെ ഔട്ട്ലൈൻ ഏകദേശം ഒന്ന് റഫായിട്ട് വരച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ റെഫറൻസ് ഇമേജിലുള്ള പോലെ തന്നെ വണ്ടിയുടെ രണ്ട് സൈഡും നമ്മൾ റഫായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തു. അത് ഏകദേശം സെറ്റ് ആയപ്പോൾ നമ്മൾ സെയിം ഷേപ്പ് തന്നെ 4x ഷീറ്റിൻ്റെ 3mm പീസിൽ കട്ട് ചെയ്തെടുത്ത് ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് വിൻഷീൽഡും റൂഫും ആണ് കേട്ടോ. അതും നമ്മൾ 4x ഷീറ്റിൻ്റെ 3mm പീസിൽ തന്നെയാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ചെറുതായിട്ടൊന്ന് ബെൻഡ് ചെയ്തിട്ട് ഒന്ന് ഒട്ടിച്ച് കഴിഞ്ഞപ്പോൾ ഇതാണ് കേട്ടോ ഒരു ലുക്ക് വരുന്നത്. ഇനിയിപ്പോൾ ഈ വണ്ടിയുടെ ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് തോന്നിയത് ഇതിൻ്റെ മഡ് ഗാർഡ്സ് ആയിരുന്നു കേട്ടോ. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ 4x ഷീറ്റിൻ്റെ തന്നെ 3mm പീസ് ബെൻഡ് ചെയ്ത് എടുത്ത് ഒട്ടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വിൻഷീൽഡിൻ്റെ ഫ്രെയിം ചെയ്യാൻ വേണ്ടി നമ്മൾ ചെറിയ പ്ലാസ്റ്റിക് പൈപ്പിലാണ് കേട്ടോ സെറ്റ് ചെയ്തെടുത്തിരിക്കുന്നത്. അങ്ങനെ വിൻഷീൽഡ് സെറ്റ് ആയിട്ടുണ്ട്. പിന്നെ നമ്മുടെ വണ്ടിക്ക് ഒരു റഫ് ലുക്ക് കിട്ടാൻ വേണ്ടി നമ്മൾ റോൾ ഗേജിനൊക്കെ നമ്മൾ ചെറിയൊരു നൂല് വെച്ചിട്ട് കെട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ. അവസാനം അതിൽ നമ്മൾ കുറച്ച് ഗ്ലൂവും കൂടെ ഒഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിനും സാധനം സെറ്റായി. ശരിക്കും നമ്മുടെ വണ്ടിക്ക് ഒരു എക്സ്ട്രീംലി റഫ് ലുക്കാണ് കേട്ടോ ഞാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിൻ്റെ പാർട്സ് എല്ലാം ചെയ്യുന്നത് അതേ ഒരു മോഡിലായിരിക്കും. അപ്പോൾ നമ്മുടെ റോൾ ഗേജ് സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ വണ്ടിയുടെ ലുക്ക് കംപ്ലീറ്റ് ആയിട്ട് മാറിയിട്ടുണ്ട് കേട്ടോ. നോർമലി വണ്ടിക്കൊക്കെ റോൾ ഗേജ് അകത്താണ് കേട്ടോ വരുന്നത്. പക്ഷേ നമ്മുടെ വണ്ടിയുടെ ഫുള്ള് പുറത്താണ്. അപ്പോൾ അതെല്ലാം നമ്മൾ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഫ്രണ്ട് സൈഡാണ് കേട്ടോ സെറ്റ് ചെയ്യേണ്ടത്. പിന്നെ ഈ വണ്ടിയുടെ ഹൈലൈറ്റ് നോക്കുവാണെങ്കിൽ ഇതിൻ്റെ ഫ്രണ്ട് സൈഡാണ് കേട്ടോ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. അപ്പോൾ അതും നമ്മൾ വയറിൽ തന്നെ സെറ്റ് ചെയ്തെടുക്കുവാണ്. ഒരു ബമ്പറും നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ടും എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ ഇതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്.